നിലവിൽ CPMന്റെ ഗർജിക്കുന്ന സിംഹമാണ് PM ആർഷോ എന്ന SFI നേതാവ്. ആർഷോ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാക്കളെ വെല്ലുവിളിച്ച് നടത്തിയ പ്രസംഗത്തിന് അതേ ഭാഷയിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് UDF പിടിച്ചെടുത്തിരുന്നു. ഇതിനു പിന്നാലെ മണ്ണാർക്കാട് ടൗണിലൂടെ UDF നടത്തിയ വിജയാഘോഷം CPM ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ നൃത്തമായി മാറി. ഇത് CPMന് വലിയ നാണക്കേട് സമ്മാനിച്ച ഘടകമായിരുന്നു. തോൽവിയിൽ മനം മടുത്ത് നിൽക്കുന്ന നേതാക്കന്മാരുടെ ആത്മാവിലേറ്റ തിരിച്ചടിയായിരുന്നു ആ വിജയാഹ്ലാദം. ഇതിനു പിന്നാലെ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിലാണ് PM ആർഷോ വെല്ലുവിളി നടത്തിയത്. പാതി അഭ്യാസവുമായി ഇറങ്ങിയാൽ മുഴുവൻ അഭ്യാസവും പഠിപ്പിക്കുമെന്നാണ് ആർഷോ സഖാവ് വെല്ലുവിളിച്ചത്. മണ്ണാർക്കാട് പരിസരത്ത് പിന്നെ ലീഗ് ഉണ്ടാകില്ലെന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പാതി മാത്രം അറിയാവുന്ന അഭ്യാസവുമായിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണല്ലോ. ആ അഭ്യാസവും മുഴുവനും അറിയാവുന്നവരാണ് മണ്ണാർക്കാട്ടെ CPM എന്ന നല്ല ബോധ്യം ലീഗ് പ്രവർത്തകർ അറിയണം. നിങ്ങൾക്ക് പാതി അറിയാവുന്ന അഭ്യാസവുമായിട്ടാണ് പാതിരാത്രിയിൽ ഇറങ്ങിയാൽ ഞങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന അഭ്യാസവും നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ മണ്ണാർക്കാട്ട് ലീഗ് ഉണ്ടാവില്ലെന്നും ആർഷോ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ആർഷോയ്ക്ക് കണക്കിന് കൊടുത്ത് N ഷംസുദ്ദീൻ രംഗത്ത് വന്നത്. ഞങ്ങളെ പേടിപ്പിക്കാൻ നിങ്ങൾ ആരാണെന്ന് ചോദിച്ച ഷംസുദ്ദീൻ തന്നേക്കാൾ വലിയ നേതാക്കന്മാർ വിചാരിച്ചിട്ട് നടന്നില്ലെന്ന് ആർഷോ ഓർക്കണമെന്നും പറയുന്നുണ്ട്. സൂക്ഷിച്ച് നടക്കണമെന്നാണ് കുട്ടി സഖാവ് പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ UDFനെ മൂക്കിൽ കയറ്റുമോ എന്നും MLA ചോദിക്കുന്നുണ്ട്. CPMന് മുന്നിൽ നിന്ന് MLA ഈ വെല്ലുവിളി നടത്തുമ്പോഴും ഇറങ്ങി നോക്കുവാൻ പോലും CPM അവിടെ ഭയപ്പെട്ടു എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനു മുൻപും പ്രകോപനപരമായ പ്രസംഗം ആർഷോയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. സംസാരിക്കാൻ മൈക്ക് കയ്യിലെടുത്താൽ ആദ്യം എതിരാളികളെ വെല്ലുവിളിക്കലാണ് ആർഷോയുടെ പ്രധാന പണി. നേതാക്കന്മാരെയും കോൺഗ്രസ് പാർട്ടിയെയും എല്ലാം വെല്ലുവിളിക്കുന്ന ആർഷോയ്ക്ക് അന്നും കണക്കിന് കൊടുക്കാൻ UDF നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഷംസുദ്ദീൻ MLAയുടെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. ഇതാണ് മോനെ പാതി പഠിച്ച അഭ്യാസം. മേക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലെ ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും ഞാൻ അയാളുടെ ഭാഷാപരമായ പരിമിതിയെ കളിയാക്കുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതിനൊരു രീതിയുണ്ട്. തനിക്ക് അറിയുന്ന കാര്യങ്ങൾ അറിയുന്ന ഭാഷയെ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ഇവരൊക്കെ പഠിച്ചത് ഒരേ സ്കൂളിൽ നിന്നാണ്. ഈ ടീമൊക്കെ പഠിച്ചത് ഒരേ സ്കൂളിൽ നിന്നാണ്. അതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണെന്നാ ഇവര് വിചാരിച്ചിട്ടുള്ളത്. അല്ല, ഈ ജനവിധിയൊക്കെ വന്നപ്പോ അതില് നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്. അത് അട്ടിമറിക്കാൻ എന്തൊക്കെ ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോ ബാംഗ്ലൂരിൽ ഒരു സംഭവമുണ്ട്. അതെന്താ? ബാംഗ്ലൂരിലെ ചേരിയിൽ തെരുവിൽ കുറെ ആളുകൾ താമസിക്കുന്നുണ്ട്. അത് സർക്കാരിന്റെ ഭൂമിയാണ്. അപ്പൊ ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ചില നടപടികൾ നടത്തി. അതിനോട് പൂർണ്ണമായും നമുക്ക് യോജിക്കാൻ കഴിയും. അത് അവിടെ താമസിക്കുന്നവർ മനുഷ്യജീവനുകളാണ്. കുടുംബമുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അവർ താമസിക്കുന്നത് അന്യായമായിട്ടാവട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും അവരെ ഇറക്കിവിട്ട രീതി, അവിടുത്തെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാലുള്ള അന്യായമായ കെട്ടിടങ്ങൾ പൊളിച്ച രീതി അംഗീകരിക്കാൻ കഴിയില്ല. അതൊരു ഗവൺമെന്റ് ചെയ്തതാണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ കൂടി കൂടിയതാണല്ലോ. ഗവൺമെന്റ് ചെയ്തതാണ്. അതിൽ വേറെ വർഗീയമോ ഉത്തരേന്ത്യയിൽ സംഘപരിവാർ കാണിക്കുന്ന ബുൾഡോസർ രാജോ ഒന്നും അതിലില്ല. അതൊരു സത്യമാണ്, നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങളൊക്കെ കൂടിയിട്ട് അത് എന്താക്കാൻ ശ്രമിച്ചത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഇതിനേക്കാൾ വലിയ ബുൾഡോസർ രാജ് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് മൂലമ്പള്ളിയിലെ സാധു ജനങ്ങളെ കുടിയിറക്കിയത് അച്യുതാനന്ദൻ കേരളം ഭരിക്കുമ്പോഴാണ്. അന്നത്തെ വീഡിയോകളും ഇന്ന് പ്രചരിക്കുന്നുണ്ട് അല്ലേ? അപ്പോ ഗവൺമെന്റുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നിട്ട് അവരെ ഇന്നും പുനരധിവസിപ്പിച്ചോ? ഇല്ല. എന്നാൽ ഈ കാര്യത്തിൽ സോണിയാഗാന്ധിയും AICCയും രാഹുൽ ഗാന്ധിയും പറഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ അവരെ പുനരധിവസിപ്പിക്കണം. ഗവൺമെന്റ് അവർക്ക് ഫ്ളാറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടു, ഗവൺമെന്റ് ഫ്ളാറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ചില ആൾക്കാരെ കാട്ടിയ അഭ്യാസങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് മോനെ പാതി പഠിച്ച അഭ്യാസം അല്ലേ? മേക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലെ ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും ഞാൻ അയാളുടെ ഭാഷാപരമായ പരിമിതിയെ കളിയാക്കുന്നില്ല. പക്ഷെ അത് നല്ല രീതിയിൽ പറഞ്ഞാൽ പോലും ജലീല് പോയിട്ട് അത് മുഴുവനും വേറെ രീതിയിലാക്കാനുള്ള ശ്രമം. അവിടെ അപ്പൊ തന്നെ ആൾക്കാർ പറഞ്ഞു ഇതിലൊരു വർഗീയമായ ഇടപെടലുമില്ല. ഗവൺമെന്റ് സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെ കുടിയിറക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ്. അതിൽ പോലും ഞങ്ങൾ പറയുന്നു ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടത്. അവരെവിടേക്കെങ്കിലും പോയിക്കോട്ടെ എന്ന് കോൺഗ്രസ് നേതൃത്വം വിചാരിച്ചില്ല. അവരെ പുനരധിവസിപ്പിക്കണം, അവർക്ക് ഫ്ളാറ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഗവൺമെന്റ് പർപ്പസിന് ചിലപ്പോൾ ആ സ്ഥലം വേണ്ടി വരും.
അപ്പോ അതുപോലും വർഗീയമാക്കാൻ, അത് ബുൾഡോസർ രാജാക്കി മാറ്റാനൊക്കെ നടത്തുന്ന ശ്രമങ്ങൾ, ഇതൊക്കെ വളരെ അപലപനീയമാണ്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ചില യുവജന നേതാക്കന്മാർ തന്നെയാണ് കേരളത്തിന് പറഞ്ഞു ചിരിക്കാനുള്ള ഒരുപാട് അവസരം ഉണ്ടാക്കിയത്. ഞാൻ അവരുടെ ഒരാളുടെയും വൈകല്യങ്ങളെ, പോരായ്മകളെ, പരിമിതികളെ നമ്മൾ കളിയാക്കാറില്ല. പക്ഷേ അതൊക്കെ ഒരു നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതിനൊരു രീതിയുണ്ട്. തനിക്ക് അറിയുന്ന കാര്യങ്ങൾ അറിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ മതിയല്ലോ, അല്ലേ? അറിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ മതി. അവിടെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആളുകളുണ്ടാവും. പക്ഷെ ഇവരൊക്കെ പഠിച്ചത് ഒരേ സ്കൂളിൽ നിന്നാണ്. ഈ ടീമൊക്കെ പഠിച്ചത് ഒരേ സ്കൂളിൽ നിന്നാണ്. അതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണെന്ന് അവർ വിചാരിച്ചിട്ടുള്ളത്. അല്ല, ഇത് നിങ്ങളുടെ പാർട്ടിയിലും പെട്ട ഒരുപാട് നല്ല നേതാക്കന്മാർ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തും ജനാധിപത്യ പ്രസ്ഥാനങ്ങളിലൊക്കെ അവരൊക്കെ ഉണ്ടാക്കിയ മഹിതമായ ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്. ആ രാഷ്ട്രീയ സംസ്കാരം നിങ്ങൾ ഇങ്ങനെയുള്ള അനാവശ്യമായ വർത്തമാനങ്ങളിലൂടെ തകർക്കരുത് എന്നാണ് അവരോടൊക്കെ എനിക്ക് ഉണർത്താനുള്ളത്. സ്നേഹബുദ്ധ്യ